ആ എന്നൊരു 50 വിട്. എന്നാ ഞാനും ഇട്ടു 50. 50 ഒരു 50 അന്നാ 50 ഇട്ട്. എന്നാ വീണ്ടും ഒരു 50. എന്റെ വക ഒരു 50. ആ 50 ധൈര്യം കൈവിടരുത്. ഇടറാ, ഇട് ഇട് മോനെ, ഇടറ. ആ എന്നാ തുറക്ക്. എന്നാ കണ്ടടാ. ഈ സമയത്ത് ഹലോ നിന്നോടാരാ പറഞ്ഞ? ഓടിക്കണം, പോലീസ് വിട്ടോടാ. സാർക്ക് വരാൻ കണ്ട നേരം. ആ വന്നല്ലോ രാജകുമാരൻ. ഇത്ര വേഗം ഭക്ഷണം കഴിക്കാനുള്ള സമയമായോ? തുടങ്ങി വന്ന് കേറിയില്ല അപ്പോഴേക്കും. മോനെ നന്ദു, നീ ചെല്ല്, കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളത് എടുത്ത് കഴിക്കും. ചെല്ല് ചെല്ല്. എടി, നീ ഒരുത്തിയാ ഇവനെ ഇത്രയും വഷളാക്കിയത്. പ്രായം എത്രയെന്ന് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു ജോലിക്ക് സ്ഥിരമായി പോകാറുണ്ടവൻ. നാളെ ഒരുത്തിയെ കല്യാണം കഴിച്ച് അന്തസ്സോടെ ജീവിക്കേണ്ട ഈ പ്രായത്തിൽ വെള്ളടിയും ചീട്ടുകളിയും എന്താ അവന്റെ കയ്യിൽ ഇല്ലാത്തത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ സമാധാനിക്കും മനുഷ്യ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങള്. ഞാൻ ഇവന്റെ ജാതകം പണിക്കരെടുത്ത് കൊണ്ടുപോയി നോക്കിച്ചു. വരുന്ന കുംഭം കഴിഞ്ഞ് മീനം വന്ന ഇവന് രാജയോഗമാ. കുംഭത്തന്നെ അധികം നാളില്ലല്ലോ. കഷ്ടം. വന്നോ? എന്താണ് പരിപാടി? എത്ര നേരമായി ഞാൻ കാത്തിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോവാന്ന് 2 ദിവസം മുമ്പേ പറഞ്ഞതല്ലേ നന്ദു? എന്താ മറന്നോ? എവിടെ, എന്നെ മാത്രം ഓർക്കാനുള്ള സമയമില്ലല്ലോ നന്ദുവിന്. സുമേ, നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ കാണാൻ വരാനിരിക്കായിരുന്നു. അപ്പോഴാ അച്ഛൻ എന്നോട് പറഞ്ഞു ടൗണിൽ പോയി പച്ചക്കറി വാങ്ങാൻ. അറിയാലോ എന്റെ അച്ഛനെ, പച്ചക്കറി വാങ്ങി വന്നില്ലെങ്കിൽ പച്ചത്തേറി വിളിക്കന്നെ. ഓ അത് ശരി. എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ഈ നാട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങുന്നു? എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ? അതോടെ തീരൂലേ പ്രശ്നമൊക്കെ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, കിട്ടാഞ്ഞിട്ടാ. അതെന്റെ കുറ്റമാണോ? ആരുടെ കുറ്റമാണെങ്കിലും ശരി, നന്ദുവിന് ഒരു കാര്യം ഓർമ്മ വേണം. നന്ദുവിന്റെ കൈ പിടിച്ച് ആ വീട്ടിൽ കയറാനുള്ളതാ ഞാൻ. എന്തു വിശ്വസിച്ചാ കൂടെ പോരേണ്ടത്? ശരി ശരി, നല്ലൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാ ഞാനിവിടെ എത്തിയത്. ഇനി നീ കൂടെ. അയ്യോ അച്ഛൻ. ഓക്കേടാ. എന്താ എന്റെ പരിപാടി? നമുക്ക് പിന്നെ കാണാം. മോളെ നിന്നേ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ജോലിയും കൂലിയും ഇല്ലാത്തവന് നിന്നെ കൈപ്പിടിച്ചു കൊടുക്കുമെന്ന് നീ സ്വപ്നത്തെ പോലും കരുതണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. എന്താണെങ്കിലും ശരി, ഞങ്ങൾ തീരുമാനിച്ചു. കറക്റ്റ് അളവാണല്ലോ. നിനക്ക് വേറിലായിരുന്നടാ പണി. Cheers. ആ പറടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നന്ദു, വിശേഷങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. നിന്നോടൊരു അത്യാവശ്യം കാര്യം പറഞ്ഞാ ഞാനിപ്പോ വിളിച്ചത്. യെസ് പറയൂ. தம்பி, இங்க ஒரு கம்பெனியில் இருக்கிற வேலை பார்த்து வச்சிருக்கு. சீக்கிரம் வா. காந்திபுரம் பஸ் ஸ்டாண்ட்ல வந்துட்டு கூப்பிடுனே. ശരി. എന്നാ ഞാൻ ശരി. എന്നാ ഞാൻ പോട്ടെ. പോയി വരാന്ന് പറയൂ നന്ദു. ഞാൻ വിളിക്കാം. കോയമ്പത്തൂർ എത്തിയിട്ട് ഞാൻ വിളിക്കാം.
മോനെ നന്ദു, നമ്മുടെ ശേഖരേട്ടൻ അല്പനേരം മുമ്പ് അറ്റാക്കായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനുള്ള നേരം പോലും തന്നില്ല. അതിനു മുമ്പ് പാവം സുമ, അമ്മയില്ലാത്ത കുട്ടിയാ. ഇപ്പോ അച്ഛനുമില്ല. എത്രയും പെട്ടെന്ന് നീങ്ങുവാ. ഹലോ നന്ദു, താനെന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഇതെന്റെ സ്ഥാപനടാ. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ആകെ മാറിപ്പോയല്ലോ. താങ്ക് യു. വണ്ടർഫുൾ ചേഞ്ച്. എന്നാൽ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ஐ லவ் யூ என்கிற வார்த்தை என்னிடம் முதல் முறையாக சொன்னது நந்து. அன்பும் பாசமும் காட்டி ஆசை வார்த்தைகள் சொல்லி என்னை நம்ப வச்சு பல இடங்களிலே சந்திச்சு என் வாழ்க்கையே அவனிடம் பறி கொடுத்துட்டேன். ஒரு நாள் உடனே வரேன்னு சொல்லிட்டு ஊருக்கு போன நந்து திரும்பி வரவே இல்லை. கொஞ்ச நாள் போகத்தான் எனக்கு தெரிஞ்சது நான் கர்ப்பமானது. நந்து இன்னைக்கு வரும் நாளைக்கு வரும் என்று எதிர்பார்த்து வீணா போச்சு. கடைசியில் அம்மாவுக்கும் அப்பாவுக்கும் தெரிஞ்சு போச்சு. குழந்தைக்கு அப்பா யாருன்னு அவங்க எவ்வளவோ கேட்டும் நான் சொல்லவே இல்லை. ஒரு நாள் பிரசவம் முடிஞ்சது. அதுக்கப்புறவும் நான் நந்துவை எதிர்பார்த்துட்டே இருந்தேன். குடும்பத்துக்கு ஏற்பட்ட அவமானத்தில் அப்பா என்னை வீட்டை விட்டு வெளியில் அனுப்பி தலைமொழியிட்டாங்க. இனி நான் எங்கே போவேன்? தப்பு பண்ணிட்டேன், தண்டனை அனுபவிச்சு தான் தீரும். எனக்கு வேறு வழியே தெரியல. தப்பு பண்ணது நான், அதுக்கு இந்த குழந்தையும் உயிர் விடணும். இவள் யாரோட வீட்லையாவது வந்து நல்லா இருக்கட்டும். ഈ കുഞ്ഞിൻ്റെ അവിടെ നിന്ന് കിട്ടി. കൂടല്ലൂർ പാലത്ത് വെച്ച് പരിസരത്തങ്ങ് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങ് പോന്നു.
കല്യാണം കഴിയാത്ത ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ ചെന്ന അച്ഛൻ ഇനി ഈ കുഞ്ഞിനെ. ഇയാൾ ധൈര്യമായിരിക്കൂ. ഇനി കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. എപ്പോഴാ ഇത് സംഭവിച്ചത്? ഏകദേശം അരമണിക്കൂറായി. ആരാണെന്നതിനെ പറ്റി എന്തായാലും ഈ നാട്ടുകാരല്ല, ഈ പരിസരത്തെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. ഒരു കുട്ടിയുമായി ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾ ഇച്ചിരി കണ്ടിരുന്നു. ഫാദർ, ഞാൻ നേരത്തെ കൊണ്ടുവന്ന ആ കുട്ടിയുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഈശ്വര, എന്തിനാണ് ഈ പറഞ്ഞത്? ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ, എല്ലാം ശരിയാവും. നീ സമാധാനപ്പെടുക. ഡോക്ടർ ഉണ്ടാവോ? ഉണ്ടാവൂല്ലേ? എന്തായാലും നോക്കാം. ഇറങ്ങും, വാ നടക്ക്. കരയാതെ, ആളുകൾ ശ്രദ്ധിക്കുന്നു. നമുക്ക് ഇനിയും വഴികളുണ്ട്, ട്രീറ്റ്മെന്റ് ഒരുപാടുണ്ട്, നമുക്ക് നോക്കാം. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല അങ്കിൾ. ഒടുവിൽ എനിക്ക് ഈ ഗതി വന്നല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം ഈ വിധി തന്നത്? പാവം നന്ദു എന്നെ കല്യാണം കഴിച്ചോണ്ട് നന്ദുവിനൊരു കുഞ്ഞിന്. ആ, കരയരുത് സുമേ. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. ദത്തെടുക്കണം. മറ്റൊരു പോംവഴി ഇല്ല എങ്കിൽ നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കണം. ദത്തെടുക്കാനോ? അങ്കിൾ എന്തീ പറയുന്നേ? വിഷമിക്കണ്ട. ഏതെങ്കിലും അനാഥാലയത്തിൽ പോയാൽ കിട്ടും നല്ല കുരുന്നുകളെ. അച്ഛനമ്മമാർ ചെയ്ത തെറ്റിന് സ്വന്തം ജീവിതം അനാഥമാക്കപ്പെട്ടവർ നിരവധി കുഞ്ഞുങ്ങളുണ്ടാവും അവിടെ. അവരിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ ഈ വീട്ടിലേക്ക്? സുമ പറഞ്ഞല്ലോ, എന്താ തെറ്റ്? എത്ര കാലാന്ന് വെച്ചിട്ടാ? ശരിയായ ഒരു തീരുമാനം എടുക്കാനുള്ള സമയമായി നന്ദു. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ്. പ്ലീസ് വെൽക്കം ജീവാ. വർഷങ്ങളായില്ലേ കണ്ടിട്ട്. വിശേഷിച്ചെന്തെങ്കിലും? ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വീണ്ടും ഇവിടെ വന്നത്. വരൂ, നമുക്ക് ഓഫീസിൽ നിന്ന് സംസാരിക്കാം. പറയൂ ജീവാ, എന്താണ് അത്യാവശ്യം? ഇത് വൈഫാണല്ലേ? അതെ ഫാദർ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. നിർഭാഗ്യവശാൽ
ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. നിരവധി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തേടിയെങ്കിലും ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു. ഒടുവിൽ ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടിയാണ് ഫാദർ ഞങ്ങളോട് വന്നത്. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം ദൈവം തീരുമാനിക്കുന്ന പോലെയല്ലേ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ജീവനേൽപ്പിച്ച കുട്ടി ഇപ്പോഴും ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമാണോ ഫാദർ ഈ പറയുന്നത്? ആ കുട്ടി ഇവിടെ തന്നെയുണ്ട്. എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ. നിങ്ങൾ അന്ന് തന്ന ഫോട്ടോ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ദാ ഫോട്ടോ. വരൂ ജീവ, അവൾ പുറത്ത് കളിക്കുന്നുണ്ട്. ജെന്നിഫർ വരൂ. ഇതാണ് ജീവൻ അന്നേൽപ്പിച്ച കുട്ടി. ഇവൾ വളർന്നു വലുതായി. ഇതാ മതി, ഇവള് മതി എനിക്ക്. ഇവളാണ് എൻ്റെ ഭാഗ്യം. ആരാ? എന്താ? ഞാൻ നന്ദു, ഇതെന്റെ ഭാര്യ സുമ. വരൂ, നമുക്ക് ഓഫീസിൽ ഇത് സംസാരിക്കാം. വാ. ഇരിക്കൂ. ഫാദർ, ഈ ഫോട്ടോ ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഇവിടെ തന്നത്? എന്തുപറ്റി? ഈ സ്ത്രീ കുറിച്ച് നേരത്തെ അറിയാമോ? എനിക്കറിയാം ഫാദർ. കോയമ്പത്തൂർ വെച്ച് ഞാൻ ഇവളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി മരിച്ച വിവരം... ആ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആ കുട്ടിയെ ഈ ജീവനാണ് ഇവിടെ ഈ അനാഥാലയത്തിൽ ഏൽപ്പിച്ചത്. പക്ഷേ ആ പെൺകുട്ടി മരിച്ചുപോയെങ്കിലും അവരുടെ കുട്ടിയാണ് ഇപ്പോ ഇവര് ദത്തെടുത്ത ജെന്നിഫർ. ഞാൻ കോയമ്പത്തൂർ ജോലി നോക്കുന്ന സമയം ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്താണ് ലക്ഷ്മി താമസിച്ചിരുന്നത്. ചെറുപ്പത്തിന്റെ ബാലിശമായ ഒരു വികൃതി, അതിലെനിക്ക് പറ്റിയ തെറ്റ്. അത് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അല്ല, ശ്രമിച്ചില്ല എന്ന് വേണം പറയാൻ. ഫാദർ, ലക്ഷ്മിയുടെ മോൾ അല്ല, എൻ്റെ മോൾ. ഇവൾ എൻ്റെ കുട്ടിയാണ്. ചെറുപ്പത്തിൻ്റെ ആവേശം കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് എനിക്കുണ്ടായ അബദ്ധം, അതാണ് ഈ കുഞ്ഞ്. സുമ എന്നോട് ക്ഷമിക്കണം. വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. അതിനെനിക്ക് എന്ത് ശിക്ഷ വേണാലും തന്നോളൂ. എനിക്ക് ഈ കുഞ്ഞിനെ വേണം. മോളെ, എൻ്റെ മോൾ. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് നമ്മളിവിടെ വന്നത്. നന്ദുവിന്റെ ചെറിയ പിറന്ന മകൾ ഇവൾ എന്റെയും മോളാണ്. നമ്മൾ വളർത്തു ഇവളെ. ജെന്നിഫറെ ജീവൻ സാരല്ല ഫാദർ, അവൾ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ്. അവൾ അവിടെയാണ് വളരേണ്ടത്. ഇതാണ് ദൈവനിശ്ചയം. നാളെ നേരം പുലരുന്നത് പുതുവർഷത്തിലേക്കാണ്. ഈ പുതുവർഷത്തിൽ നന്ദുവിനും ഞങ്ങൾ തരുന്ന ഗിഫ്റ്റാണ് ജെന്നിഫർ. ഏറ്റവും വലിയ ഗിഫ്റ്റ്. താങ്ക് യു സർ.